ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ 7 ദിവസത്തെ എന്റെ ഡിന്നർ റൂട്ടീൻ കാണിച്ചു തരാന്ന്. അതായത് 7 ദിവസത്തേക്കുള്ള ഡിന്നർ റെസിപ്പീസ് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഓൾറെഡി 2 റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ മൂന്നാമത്തെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പൊ ആരെങ്കിലും എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണാന്ന് വെച്ചാൽ എന്റെ പേര് മനീഷ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാന് 7 ദിവസം അടുപ്പിച്ചിട്ട് കറക്റ്റ് ആയിട്ട് ഒരാഴ്ചക്കുള്ള റെസിപ്പീസ് ഇടണമെന്നാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷെ കുറച്ച് തിരക്കുകൾ കാരണം വീഡിയോ എടുക്കാൻ പറ്റില്ല, എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ മഴയും കറണ്ട് പോക്കൊക്കെ ആയിട്ട് അങ്ങനെ 1-2 ദിവസം മിസ്സായിപ്പോയി. അപ്പൊ ഇനിയെങ്കിലും കറക്റ്റ് ആയിട്ട് ഇടാൻ നോക്കാം. പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നരാടം വെച്ചിട്ടെങ്കിലും ഞാൻ ഒരു റെസിപ്പി ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ മുന്നിട്ട് 2 റെസിപ്പി നിങ്ങൾ കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ ഇനി ഇടുന്ന വീഡിയോയിൽ കമന്റ് ഇടണം കേട്ടോ. ഒരെണ്ണം കാണിച്ചത് റാഗി റെസിപ്പിയും, പിന്നെ ഒരെണ്ണം കാണിച്ചത് റാഗി കൊണ്ടുള്ള സൂപ്പും, രണ്ടാമത് കാണിച്ചത് ഒരു ഓംലേറ്റ് ആണ് കേട്ടോ. രണ്ടും ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, വളരെ ഈസി ആയിട്ടുള്ളതാണ്, ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പൊ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുട്ടിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്സ് പുട്ടാണ് കേട്ടോ. എല്ലാവർക്കും അറിയുണ്ടായിരിക്കും, ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ടായിരിക്കും. എന്നാലും എന്റെ റൂട്ടീൻ കാണിക്കുമ്പോൾ ഞാൻ കഴിച്ചിരുന്ന എല്ലാ ഫുഡും കാണിക്കണല്ലോ. അപ്പൊ ഞാൻ അതും കൂടി കാണിച്ചു തരാന്ന് ചോദിച്ചു. അപ്പൊ നമുക്ക് എങ്ങനെ ഓട്സ് പുട്ട് ഉണ്ടാക്കണെന്ന് നോക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ പുട്ടുണ്ടാക്കാൻ വേണ്ടിട്ട് എല്ലാ പുട്ടുണ്ടാക്കുന്ന പോലെ നാളികേരാണ് എടുത്തേക്കണത് കേട്ടോ. അത് വളരെ കുറച്ച് നാളികേരം എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ 2 കഷ്ണം പുട്ടുണ്ടാക്കണം. അപ്പൊ ഈ 2 കഷ്ണം സെപ്പറേറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള നാളികേരം മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. നാളികേരത്തിന്റെ അളവൊക്കെ പരമാവധി കുറയ്ക്കും. പിന്നെ ഓട്സ് ഞാനിവിടെ റോൾഡ് ഓട്സ് ആണ് എടുത്തേക്കുന്നത്. ഇത് വറുത്ത് പൊടിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം, അല്ലാതെ ഉണ്ടാക്കട്ടെ. ഞാൻ വറുത്തിട്ടൊന്നുമില്ല, അത്രയും സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട്. അപ്പൊ നേരെ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. ഞാൻ ഈ സ്പൂൺ കൊണ്ട് ഒരു 5 സ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അളവൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ഞാനിപ്പം ഇന്ന് പുട്ടിന്റെ കൂടെ ചിക്കൻ കറിയാണ്. അപ്പൊ ചിക്കൻ കറി ഉണ്ടല്ലോ, അത് കുറച്ച് ഹെവി ആയിട്ടുള്ളതല്ല. അപ്പൊ ചെറിയ 2 കഷ്ണം പുട്ടാണ് ഉണ്ടാക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വല്ല ചാറുകറി, പരിപ്പൂരി അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ ഇത്തിരി ഒരു 6-7 സ്പൂണൊക്കെ എടുക്കും. അപ്പൊ അത് നമ്മൾ കൂടെ കഴിക്കുന്നത് എന്താണോ അതിനനുസരിച്ചിട്ട് ഒന്ന് ബാലൻസ് ചെയ്യാം. ചിലപ്പോൾ 1 കഷ്ണം പുട്ട ഞാൻ ഉണ്ടാക്കുള്ളൂ, ചിക്കൻ കറി കൂടുതൽ കഴിക്കും, അങ്ങനെ. അപ്പൊ ഞാൻ ഇതിലൊരു 5 സ്പൂണാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതൊന്ന് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്തു. അതിങ്ങനെ അരിപ്പൊടി പൊടിയുന്ന പോലെ അങ്ങനെ പൊടിയൊന്നും വേണ്ട കേട്ടോ. അറിയില്ലേ, പുട്ടിന്റെ പൊടിയാകുമ്പോ കുറച്ചിങ്ങനെ തരി ഉണ്ടാവും. അപ്പൊ കുറച്ച് തരിയുള്ള പോലെ ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് എന്നിട്ട് വളരെ കുറച്ച് തുണ്ടുപ്പ്, ഒരു ഓട്സ് ആയതുകൊണ്ട് ടേസ്റ്റ് ഒന്നും ഇതാക്കാൻ വേണ്ടിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഉപ്പിട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല. വളരെ കൊണ്ട് ഉപ്പിട്ട് കൊടുത്തു. ഇത് ഏകദേശം ഈ പുട്ടിൻ്റെത് ഗോതമ്പ് പുട്ടിന്റെ ഒക്കെ ഒരു ഇതായിട്ട് വരും കേട്ടോ. കുഴയ്ക്കുമ്പോ ചെറുതായിട്ട് ഒട്ടലൊക്കെ ഉണ്ടാവും. ഗോതമ്പൊടി കുഴയ്ക്കുമ്പോ ഉണ്ടാവില്ലേ ചെറിയൊരു ഒട്ടല്, അതുപോലെ ഇത് കുഴയ്ക്കുമ്പോൾ ചെറിയൊരു ഒട്ടലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ ആവശ്യത്തിന് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അധികം കട്ട കെട്ടാതെ നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് നമ്മള് മിക്സ് ആക്കിയിട്ട് എടുക്കില്ലേ ഗോതമ്പ് പൊടിയൊക്കെ, അതുപോലെ ആയാലും ചെയ്യാട്ടോ. അതിലാവും അങ്ങനെയാകുമ്പോ അധികം കട്ടയുണ്ടാവില്ല, കുറച്ചൊക്കെ കട്ടയുണ്ടാവും. പരമാവധി കട്ട കെട്ടാതെ നോക്കുക. പിന്നെ പെട്ടെന്ന് വേവുന്നതാണല്ലോ. അപ്പൊ അതങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ നോർമലി പുട്ടുണ്ടാക്കുമ്പോ ചെയ്യുന്ന പോലെ തന്നെ അത് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പൊടി കുഴച്ചത് സൈഡിൽ ഇരിക്കട്ടെ കേട്ടോ. ആ നേരം കൊണ്ട് ഞാൻ അടുപ്പത്ത് നമ്മുടെ പുട്ടും കുടം വെച്ചിട്ട് അതിലേക്ക് വെള്ളം വെച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചു കേട്ടാ. വെള്ളം തിളച്ചു വരുന്ന നേരം കൊണ്ട് നമ്മൾ പുട്ടുംകുറ്റിയില് പുട്ടുണ്ടാക്കുന്ന പോലെ കുറച്ച് നാളികേരട്ട്, നോർമൽ പുട്ടുണ്ടാക്കുന്ന പോലെ കുറച്ച് നാളികേരട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ ഈ പൊടി ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും നാളികേരട്ട് കൊടുത്ത് പൊടി ഇട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞില്ലേ ചെറിയ 2 കഷ്ണമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനുള്ളത് തന്നെ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ കേട്ടോ. നാളികേരായാലും പൊടിയായാലും വളരെ കുറച്ചെടുത്തിട്ടുള്ളൂ. അതിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അത് അടുപ്പത്ത് വെച്ചു കേട്ടോ. ഈ പുട്ടുകുടത്തിന്റെ മുകളിലേക്ക് വെച്ചു. 2-3 മിനിറ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും തന്നെ അത് വെന്തിട്ട് ആവി വന്നു കേട്ടോ. വളരെ പെട്ടെന്ന് വേവും. ഗോതമ്പുട്ട് വേവുന്ന അത്രയ്ക്ക് സമയം പോലും വേണ്ട കേട്ടോ. കഴിഞ്ഞപ്പോ നല്ല ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി. കറിയുടെ കൂടെ കഴിക്കുകയാണെങ്കിൽ അടിപൊളി. കറി ഇല്ലെങ്കിലും വെറുതെ ആയാലും നമുക്ക് കഴിക്കാട്ടോ. വെറുതെ കഴിക്കുകയാണെങ്കിൽ ചൂടോടക്കനെ കഴിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പൊ 1 കഷ്ണം പൊട്ടിപ്പോയപ്പോ ഞാൻ അത് പൊടിച്ച് പുട്ടുപൊടി പോലെ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ പുട്ട്. അപ്പൊ ഓട്സ് പുട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് എല്ലാവരും കണ്ടോന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിപ്പോ അത്ര വലിയ റെസിപ്പി അല്ല, പക്ഷെ നമ്മള് ഡയറ്റിൽ ഉൾപ്പെടുത്തുമ്പോ ഹെൽത്തി ആയിട്ടുള്ള ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഡിന്നർ ആയിട്ടൊക്കെ കഴിക്കാം. ഞാൻ ഡിന്നർ ആയിട്ടാണ് കഴിച്ചിരുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണായിട്ട് മുന്നേ നമുക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ ഏതാണെന്നൊന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം. ഇപ്പൊ എനിക്കെന്ന് വെച്ചാൽ എനിക്ക് ദോശ, പലഹാരങ്ങള് അതൊക്കെ ഇഷ്ടമായിരുന്നു ചോറിനെക്കാട്ടും. അതിലും കൂടുതൽ ഇഷ്ടം ചപ്പാത്തി, ഗോതമ്പ് ദോശ അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഏതാന്നൊന്ന് നോട്ട് ചെയ്ത് നോക്കുക, എഴുതി വെച്ച് വെക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരം എന്ന് വെച്ചാൽ പുട്ടാണ്.
പുട്ടിന്റെ എന്ത് വെറൈറ്റി ആണെങ്കിലും എനിക്ക് ഇഷ്ടം. അരിപ്പുട്ടാണെങ്കിലും ഗോതമ്പുട്ടാണെങ്കിലും റവപ്പുട്ടാണെങ്കിലും ഇടയ്ക്ക് ഞാൻ റവപ്പുട്ട് ഉണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ, റാഗി പുട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ പുട്ടിന്റെ എന്ത് വെറൈറ്റി ആണെങ്കിലും എനിക്ക് ഇഷ്ടം. നമ്മൾ ഈ ഡയറ്റിൽ എല്ലാവരും ഉൾപ്പെടുത്തുന്ന ഒരു സാധനമാണ് ഓട്സ്. ഓട്സ് വെച്ചിട്ട് പല റെസിപ്പീസ് ഉണ്ടാക്കാൻ പറ്റും. ഉപ്പുമാവ് ഉണ്ടാക്കാം, ദോശ ഉണ്ടാക്കാം, പുട്ടുണ്ടാക്കാം. അപ്പൊ എനിക്ക് കൂടുതൽ പുട്ട് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഓട്സ് കൊണ്ട് പുട്ട് ഉണ്ടാക്കിയിട്ടാണ് കഴിക്കാറ്. ദോശ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഓട്സ് കൊണ്ട് ദോശ ഉണ്ടാക്കി കഴിക്കാം. ഉപ്പുമാവ് ഇഷ്ടമുള്ളവർക്ക് ഓട്സ് കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് കഴിക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാന്ന് ആദ്യം ഒന്ന് നോട്ട് ചെയ്തിട്ട് അത് അരി കൊണ്ടല്ലാതെ ഓട്സ് കൊണ്ടോ ഗോതമ്പ് കൊണ്ടോ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നതായിരിക്കും ഡയറ്റിൽ കുറച്ചും കൂടി നല്ലത് കേട്ടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യം തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പുട്ടുണ്ടാക്കിയിട്ട്. പിന്നെ വീഡിയോക്ക് കമന്റ് ഇടണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ചാച്ചാ ബൈ ബൈ, സീ യു.